ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞ് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ബീട്രൂട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ സത്ത് മുഴുവൻ പോരാൻ വേണ്ടി മാത്രം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പോളം കിട്ടിയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്, ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം, ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ പൊടിയിലേക്ക്. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ സത്ത് ഒരു കപ്പാക്കി, ഏത് കപ്പിലാണോ പൊടിയെടുക്കുന്നത് ആ കപ്പിലേക്ക് 1 കപ്പാക്കി ബീട്രൂട്ടിൻ്റെ സത്ത് ഒഴിച്ച്, അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് 1 കപ്പാക്കി അതിനകത്ത് നിന്ന് കുറേശ്ശെ ഒഴിച്ച് നമ്മൾക്കതൊന്ന് കലക്കിയെടുക്കാം കട്ടകളില്ലാതെ. അതിനുശേഷം കട്ടകളില്ലാതെ കുറച്ച് ഒഴിച്ച് കലക്കിയതിന് ശേഷം മുഴുവൻ കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഗോതമ്പ് പൊടിയുടെ കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുത്തു. അതിനുശേഷം ഞാൻ ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാകാനായിട്ട് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടില്ല, ചൂടാക്കിയിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പൊടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഫ്ലെയിം ഉണ്ടാകരുത്, ചൂടാകരുത്. ചട്ടി ചൂടാകുന്നതിന് മുമ്പ്, ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചു. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഈ ഒരു സമയം നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം നമ്മൾ ഒഴിച്ചത് ആ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് അത് മുഴുവൻ പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനകത്തിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത്ര മതി, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് അതിനകത്തിട്ട് തന്നെ നമുക്ക് ആ സ്പൂൺ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കാം. ഇപ്പോൾ ചൂടുള്ളത് കൊണ്ട് നമ്മൾക്കിപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കും. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം. ചൂടിന് ശേഷം മാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി അങ്ങ് കുഴയ്ക്കൊന്നും വേണ്ട, കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചങ്ങ് കുഴച്ചാൽ മതി. ഒത്തിരി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴയ്ക്കേണ്ട, കാരണം നമ്മൾ ചൂടാക്കിയതായിരുന്നു. ഇനി നമ്മൾക്കത് ചെറിയ ഉരുളകളാക്കി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം ഞാൻ ഇത് ഉരുട്ടി ചെറിയ ഉരുളകളാക്കി നമ്മളുടെ മാവ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ഉരുളയെടുത്തു, അത് ഗോതമ്പ് പൊടി കുറച്ചെടുത്ത് വയ്ക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ബീട്രൂട്ട് ഒഴിച്ചില്ല എങ്കിലും ഈ ഒരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എളുപ്പവുമാണ്. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് തൂകി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇത് നമ്മൾ ഷേപ്പൊന്നും നോക്കണ്ട. നമ്മൾക്ക് ഈ ഷേപ്പ് നന്നായിട്ട് പരത്തിയെടുക്കുവാണെങ്കിൽ പരത്തിയെടുക്കുക, അല്ല എങ്കിൽ ഒരു പാത്രത്തിൻ്റെ ഒരു മുടി വെച്ച് നമ്മൾക്ക് അതിൻ്റെ ഷേപ്പാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ നല്ല റൗണ്ടിൽ പരത്താൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ ഒരു മൂടി ഇതുപോലെ വെച്ചിട്ട്
അതൊന്ന് കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാനെല്ലാം പരത്തിയെടുത്തു കണ്ടോ. ഇനി നമുക്കത് ചപ്പാത്തി ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തൂത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അല്ലാതെ തന്നെ നമ്മൾക്ക് എണ്ണയൊന്നും നെയ്യൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് അല്ലാതെ തന്നെ നമ്മൾ ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ലേശം നെയ്യൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് മറിച്ചിട്ട്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോകരുതല്ലോ, നമ്മളവിടെ തന്നെ നിന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മൾക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണല്ലോ. നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ സത്തൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ഹെൽത്തിയാണ്. അതുതന്നെയല്ല, ഈ ഒരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയത് കൊണ്ട് വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചപ്പാത്തി കഴിക്കാനായിട്ട് ഹാർഡായിട്ടുള്ള ചപ്പാത്തി അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാൻ ചവയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ കടിച്ച് മുറിക്കുവാനായിട്ട് പാടുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ സോഫ്റ്റായിട്ട് നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുവാനും കഴിക്കുവാനും പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബീട്രൂട്ടും കൂടി ഇട്ടപ്പോൾ, ബീട്രൂട്ടിൻ്റെ സത്തും കൂടി ഇട്ടപ്പോൾ വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ആയിട്ട് മാറി. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ കുറച്ച് നെയ്യോ എണ്ണയോ ഒക്കെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് തൂത്ത് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടോ, അങ്ങനെ ഞാനെല്ലാം ആ ഒരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി, ബീട്രൂട്ട് ചപ്പാത്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ അതിൻ്റെ സോഫ്റ്റ്, എത്ര സോഫ്റ്റാണെന്ന് ചോദിക്കുക. അതിൻ്റെ ആ കണ്ടോ, വളരെ സോഫ്റ്റാണ് കണ്ടോ, വളരെ സോഫ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.